ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനോന സിദ്ധു, അതിഥി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: ഗൂഗിളിന് ബംഗളൂരുവിൽ വമ്പൻ ക്യാമ്പസ്, പ്രകൃതി ദുരന്ത ഭീഷണിയിൽ ഇന്ത്യ 6ാം രാജ്യം, അധ്യാപികളുടെ ആത്മഹത്യയും കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ, സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും IPC 498A നിലനിൽക്കും, ഹെൽമറ്റ് ടച്ചിൽ ചരിത്ര ഫൈനൽ, 24 പ്രാദേശിക അവധി, രേഖ ഗുപ്ത അധികാരമേറ്റു, ഇൻവെസ്റ്റ് ഉച്ചക്കോടിക്ക് ഗംഭീര തുടക്കം, 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം, കർണപുടം തകർന്നു, തീരുവയിലെ ഇളവ് നൽകാനാകില്ലെന്ന് മോദിയോട് പറഞ്ഞിരുന്നു ട്രംപ്, തോമസ് കെ തോമസ് NCP അധ്യക്ഷൻ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഗൂഗിളിന് ബംഗളൂരുവിൽ വമ്പൻ ക്യാമ്പസ്. ഗൂഗിളിന്റെ പുതിയ ക്യാമ്പസ് അനന്ത ബംഗളൂരുവിൽ തുറന്നു. കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസുകളിൽ ഒന്നാണിതെന്ന് ഗൂഗിൾ അറിയിച്ചു. 16 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓഫീസാണിത്. 5000-ലധികം ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. മഹാദേവപുരയിലാണ് പുതിയ ഓഫീസ്. ബംഗളൂരുവിലെ 4ാമത്തെ ഓഫീസാണിത്. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ്, സെർച്ച്, പേ, ക്ലൗഡ്, പ്ലേ, മാപ്പ്, ഡീപ് മൈൻഡ് തുടങ്ങിയ യൂണിറ്റുകളുടെ ഓഫീസുകളും ഇതിൽ പ്രവർത്തിക്കും. ഗുരുഗ്രാം, ഹൈദരാബാദ്, മുംബൈ, പൂനെ എന്നിവിടങ്ങളിലും ഗൂഗിളിന് ഓഫീസുകളുണ്ട്. 10,000-ലധികം ജീവനക്കാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്ത ഭീഷണിയിൽ ഇന്ത്യ 6ാം രാജ്യം. കാലാവസ്ഥാ വ്യതിയാനം കാരണം അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് മുന്നറിയിപ്പ്. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ചിന്റെ 2025 ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരമാണിത്. ഏറ്റവും അപായ സാധ്യതയുള്ള രാജ്യം തെക്കൻ അമേരിക്കയിലെ ഡൊമിനിക്കയാണ്. 6ാമതാണ് ഇന്ത്യ. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പുതിയ പഠന റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധ്യാപികളുടെ ആത്മഹത്യയും കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ഉത്തരവിട്ടു. അടുത്ത മാസം 26-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കാനാണ് തീരുമാനം. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയായ കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. 6 വർഷമായി ശമ്പളം ലഭിക്കാത്തതിനുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അലീനയുടെ കുടുംബം ആരോപിച്ചു. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ 1 വർഷമായി കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്കായി 6 വർഷം മുമ്പ് 13 ലക്ഷം രൂപ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് നൽകിയതായി കുടുംബം പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് അവസാനമായി 1 വർഷം അലീന ജോലി ചെയ്തത്. സ്കൂൾ മാറ്റ സമയത്ത് ശമ്പളം വേണ്ടെന്ന് മാനേജ്മെന്റ് എഴുതി വാങ്ങിയെന്നും സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ വേതനത്തിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് അലീനയ്ക്ക് നൽകിയതെന്നും വിവരമുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും IPC 498A നിലനിൽക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A പ്രകാരമുള്ള കുറ്റത്തിന് സ്ത്രീധനം ആവശ്യപ്പെട്ടിരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി. മാനസികമോ ശാരീരികവുമായ പീഡനം ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ സ്ത്രീക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ വകുപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം വിവാഹിതരായ സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായ ക്രൂരതകളിൽ നിന്ന് സംരക്ഷണം നൽകാനാണെന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കേസ് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. തന്നെ മർദ്ദിച്ചുവെന്ന സ്ത്രീയുടെ പരാതിയിൽ അവരുടെ ഭർത്താവിനും ഭർത്താവിന്റെ ബന്ധുക്കൾക്കുമെതിരെ IPC 498A വകുപ്പ് പ്രകാരം കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് സുപ്രീം കോടതിയിലെത്തിയത്. പ്രതികളുടെ പരാതിയിൽ ഹൈക്കോടതി കേസ് റദ്ദാക്കിയിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി നടപടി. IPC 498A പറഞ്ഞ കുറ്റകൃത്യങ്ങൾ നിലവിലെ BNS 85-86 വകുപ്പുകളിലാണ്. ഹെൽമറ്റ് ടച്ചിൽ ചരിത്ര ഫൈനൽ. ടെസ്റ്റുകൾക്കൊടുവിൽ സൽമാൻ നിസാറിന്റെ ഹെൽമറ്റ് രക്ഷകവേഷമണിഞ്ഞ സെമിയിൽ ഗുജറാത്തിനെ മറികടന്ന് കേരളം.
ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ. മത്സരം സമനിലയായെങ്കിലും 2-2 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിലാണ് രഞ്ജി ക്രിക്കറ്റിലെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ സെമി കടന്ന് കേരളം ഫൈനലിലെത്തിയത്. കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 457-നെതിരെ ഗുജറാത്ത് 455-ലെത്തിയപ്പോൾ അവസാന വിക്കറ്റ് വീഴ്ത്താൻ സൽമാന്റെ ഹെൽമറ്റ് കേരളത്തിന്റെ 12-മനായി മാറി. ബൗണ്ടറിയാകുമായിരുന്ന നഗ്വാസ് വാലയുടെ ഷോട്ട് ലെഗിൽ ഫീൽഡ് ചെയ്ത സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ തട്ടിത്തെറിച്ച് ബാറ്റർക്കും കീപ്പർക്കും മുകളിലൂടെ തിരിച്ചു പറന്ന് സ്ലിപ്പിൽ കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിൽ വിശ്രമിച്ചതോടെയാണ് ചരിത്രം പിറന്നത്. 24 പ്രാദേശിക അവധി. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുപള്ളി, പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കോട്, പാങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ എന്നീ വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും വോട്ടെടുപ്പ് നൽകുന്ന ഫെബ്രുവരി 24 തിങ്കൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി 23, 24 എന്നീ തീയതികളിലും വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി 25 പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രേഖ ഗുപ്ത അധികാരമേറ്റു. 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റു. രാജ്യ തലസ്ഥാനത്തെ 9ാമത് മുഖ്യമന്ത്രിയും 4ാം വനിതാ മുഖ്യമന്ത്രിയുമായി രേഖ ഗുപ്തയും 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങ് രാംലീല മൈതാനത്തായിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്ത നിയമസഭാ സ്പീക്കറാകും. ഉപമുഖ്യമന്ത്രിയില്ല. പർവേഷ് വർമ്മ, മഞ്ജീന്ദർ സിംഗ് സിർസ, രവീന്ദ്രകുമാർ ഇന്ദ്രജ്, കപിൽ മിശ്ര, ആശിഷ് സൂദ്, പങ്കജ് കുമാർ സിംഗ് എന്നിവരാണ് മന്ത്രിമാർ. ഇൻവെസ്റ്റ് ഉച്ചകോടിക്ക് ഗംഭീര തുടക്കം. കേരളക്കരയിൽ 3 ലക്ഷം കോടിയുടെ കേന്ദ്ര വികസനം. 3 ലക്ഷം കോടിയുടെ അടിസ്ഥാന വികസനം പ്രഖ്യാപിച്ച് കേന്ദ്രം. 30,000 കോടി നിക്ഷേപവുമായി അദാനി. 850 കോടിയുടെ പദ്ധതി നടപ്പാക്കാൻ ആസ്റ്റർ ഹെൽത്ത് കെയർ. നിക്ഷേപത്തിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയം മറന്ന് ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഐക്യദാർഢ്യം. വികസന കുതിപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് ആവേശത്തുടക്കം. ഊഷ്മളത. അദാനി പോർട്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ ആദാനിയുടെ പ്രഖ്യാപനമാണ് ആദ്യം വന്നത്. വിഴിഞ്ഞം തുറമുഖം, തിരുവനന്തപുരം വിമാനത്താവളം, കൊച്ചി ലോജിസ്റ്റിക് പാർക്ക് എന്നിവയിലാണ് 30,000 കോടി നിക്ഷേപം. 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. കർണപുടം തകർന്നു. പയ്യോളിയിൽ ഫുട്ബോൾ താരമായ 8ാം ക്ലാസ്സുകാരന് സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. ചിങ്ങമ്പുര CKGM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് തിക്കോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂട്ടമായി ആക്രമിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോയിൽ തല്ലെഴുതെന്നും അസുഖമുണ്ടെന്നുമെല്ലാം 8ാം ക്ലാസ്സുകാരെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ആക്രമണം തുടർന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപുടം തകർന്നെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. 3 മാസത്തേക്ക് കുട്ടിക്ക് വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ വൈകിയെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. ഈ മാസം 1-നായിരുന്നു ആക്രമണം. തിക്കോടി സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പരിശീലനത്തിനെത്തിയതായിരുന്നു കുട്ടികൾ. ഇതിനിടെ വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഗൂഗിളിന് ബംഗളൂരുവിൽ വമ്പൻ ക്യാമ്പസ്. പ്രകൃതി ദുരന്ത ഭീഷണിയിൽ ഇന്ത്യ 6ാം രാജ്യം. അധ്യാപികളുടെ ആത്മഹത്യയും കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും IPC 498A നിലനിൽക്കും. ഹെൽമറ്റ് ടച്ചിൽ ചരിത്ര ഫൈനൽ. 24 പ്രാദേശിക അവധി. രേഖ ഗുപ്ത അധികാരമേറ്റു. ഇൻവെസ്റ്റ് ഉച്ചകോടിക്ക് ഗംഭീര തുടക്കം. 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. കർണപുടം തകർന്നു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി.
9ാം ക്ലാസ് ബി ഡിവിഷനിലെ ശില്പ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. A1 ആക്ഷൻ ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ച്? പാരീസ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. രാജ്യ തലസ്ഥാനത്തെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.